ഉമ്മ ഒരുപാട് സന്തോഷം. നമ്മൾ മലയാളികൾ ലോകത്തിന് മുൻപിൽ കാണിക്കുന്ന മഹത്തായ മാതൃകയാണിത്. ഇതാണ് കേരളം, ഇതാണ് റിയൽ കേരള സ്റ്റോറി. അതെ, ഈ ഉമ്മയുടെ ചിരിയാണ് കേരളത്തിൻ്റെ യഥാർത്ഥ കഥ. വെറുപ്പിൻ്റെയും ഭിന്നിപ്പിൻ്റെയും രാഷ്ട്രീയം ഈ മണ്ണിൽ വില പോകില്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിലൂടെ. 4 കോടി 10 വയസ്സിൻ്റെ മതിയായിട്ടുള്ളേ. ഇത്ര എളുപ്പം കൊണ്ട് പൈസ ഒത്തു കിട്ടിയിട്ട് മോൻ്റെ കാര്യത്തിന് ആയതുകൊണ്ട് അൽഹംദുലില്ലാ അള്ളാഹുവിനെ സ്തുതിക്കുന്നു മോനെ. വേറെ ഒന്നും പറയാനില്ല, ഇത്ര മാത്രം. എല്ലാവരോടും അസ്സലാമു അലൈക്കും. രാജ്യത്തെ ഈ പ്രദേശത്തെ കേരളം ഇതാണ് യഥാർത്ഥ കേരളം എന്ന് പറയുന്നത്, യഥാർത്ഥ സ്റ്റോറി, കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇതാണ് ശരിക്കും. ഫറൂഖ് കോടമ്പുഴ സ്വദേശിയായ അബ്ദുൾ റഹീം 18 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുകയാണ്. കേരളം 34 കോടി എന്ന ദയാധനം സമാഹരിച്ചതോടെ റഹീം ഇനി നാട്ടിലേക്കെത്തും. 34 കോടി 45 ലക്ഷത്തി 46,568 രൂപ. ഉമ്മാൻ്റെ സന്തോഷം ഇപ്പോഴാണ് നമ്മൾ കാണുന്നത്. 18 വർഷമായിട്ട് ഞാൻ ഉമ്മാൻ്റെ പേരക്കുട്ടിയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴൊക്കെ ഉമ്മാക്ക് ഈ ഒരു വീട് വിട്ടിട്ട് ഞങ്ങളെ വീട്ടിൽ പോലും വരാൻ താല്പര്യപ്പെടില്ലേ, കാരണം എൻ്റെ മോൻ ഡ്രൈവർ വിസയിലാണ് റഹീം സൗദിയിലെത്തിയത്. ചലനശേഷി നഷ്ടപ്പെട്ട സ്പോൺസറുടെ മകൻ ഫായിസിനെ പരിചരിക്കലായിരുന്നു പ്രധാന ജോലി. ഫായിസിന് ഭക്ഷണവും വെള്ളവും ഉൾപ്പെടെയുള്ള നൽകിയിരുന്നത് കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഉപകരണം വഴിയായിരുന്നു. കയ്യബദ്ധത്തിൽ കുട്ടി മരിച്ചതോടെയാണ് റഹീമിന് വധശിക്ഷ വിധിച്ചത്. വ്യവസായി MA യൂസഫിലടക്കം വിഷയത്തിൽ ഇടപെട്ടു. ആദ്യം ഇടിഞ്ഞു നിന്ന കുടുംബം പിന്നീട് ദയാധനമെന്ന ഉപാധി സമ്മതിക്കുകയായിരുന്നു. ഏപ്രിൽ 16 അവസാനത്തെ ദിവസം. എന്നാൽ 2 ദിവസം ബാക്കി നിൽക്കെ കേരളം ഇതാ 34 കോടി സൗദിയിലേക്ക് കൈമാറാൻ പോവുകയാണ്. കേരളത്തിലുടനീളം ധനസമാഹരണത്തിന് മുന്നിട്ടിറങ്ങിയ ബോബി ചെമ്മണ്ണൂരടക്കമുള്ള മലയാളികൾക്ക് ഒരിക്കൽ കൂടി മാതൃഭൂമി ന്യൂസിന്റെ സല്യൂട്ട്. 18 വർഷമായി മകനെ കാത്തിരിക്കുന്ന ഉമ്മയുടെ കണ്ണീരിൽ കുതിർന്ന കാത്തിരിപ്പിന് ഇനി വിരാമം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.